വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തികച്ചും യാദർച്ഛികമായിട്ട് തുടങ്ങിയൊരു വർക്ക്. ഒരു മെയിൻ്റെനൻസ്, റിപ്പയർ അത്രയൊക്കെ ഇതിൽ ഉദ്ദേശിച്ചിരുന്നു. 2011 ഒരു വീട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞൊരു കുറച്ച് സമയമായിരുന്നു പെയിൻറ്റിങ്. അപ്പോൾ മോളുടെ എൻഗേജ്മെൻറ്റ് ആഫ്റ്റർ ഒരു പെയിൻറ്റിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അതിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ എത്തി നിൽക്കുന്നത് ഇവിടം വരെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇത് അൺപ്ലാൻഡ് ആയിട്ട് വന്നൊരു വർക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് കയറുക എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ കാര്യങ്ങളും ഒരു നിമിത്തം എന്ന് പറയില്ലേ നമ്മൾ, ചില കാര്യങ്ങൾ ആയിത്തീരുക. അതിനെല്ലാറ്റിനും കൂടുതൽ മുന്നിൽ പറയേണ്ടത് ഭഗവത് കൃപ, ഈശ്വരൻ്റെ കരുണ കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രം നടന്നൊരു കാര്യമാണ്. പിന്നെ എല്ലാവരും ഒരേപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് വീട്ടിൽ. ഓരോ കാര്യങ്ങൾക്കായിട്ട് ഓരോ വർക്കറും ഇതിൻ്റെ ഭാഗമാണ്. ഒരുപാട് വർക്കേഴ്സ് ഇതിൻ്റെ പിറകിലുണ്ട്. എല്ലാവരും ആപ്റ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഈ പറഞ്ഞ മാതിരി ഓണർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാധാകൃഷ്ണൻ, പ്രധാനമായിട്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ലെവൽ. ഞാൻ പറഞ്ഞായിരുന്നു അന്ന് തന്നെ വീട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ, അയ്യോ ഓൾട്രേഷനിൽ തുടങ്ങിയിട്ട് ഇത് ഇത്രയും ഹ്യൂജിലേക്ക് കൊണ്ടുപോകരുത്. അപ്പോൾ ഹി ക്യാൻ എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത്, അത് വലിയൊരു സപ്പോർട്ടായിരുന്നു. പലരും പറഞ്ഞിരുന്നു, അയ്യോ ഇങ്ങനത്തെ വർക്ക് എപ്പോഴും മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഇപ്പോഴൊക്കെ അദ്ദേഹം പറയുമായിരുന്നു കോൺഫിഡൻറ്റോട് ആയിട്ട് നിന്നിട്ട്, ഇത് ഇല്ല അത് ഫൈനലൈസ് ചെയ്യാം, നമുക്ക് നന്നായിട്ട് ഫൈനലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാറ്റിനും മുന്നിൽ പറയാനുള്ളത് വീണ്ടും ഈ പറഞ്ഞ മാതിരി ഈശ്വരകൃപ കൊണ്ട് മാത്രം വന്നു. ഫൈനലി ഈ ഒരു ഫെബ്രുവരിയോട് കൂടി ഇതിൻ്റെ വർക്ക് ഏതാണ്ട് ഫൈനലൈസ് ചെയ്തു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. ഇതിവിടേക്ക് ഇങ്ങനെയും എത്താം എന്ന് നമ്മൾ ഒരു ഇതിലേക്ക് വന്നു. അങ്ങനെ ഫൈനലി ഇതിൻ്റെ വർക്ക് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യായിരുന്നു. എവരിബഡി ഈസ് ഹാപ്പി ദെൻ. എല്ലാത്തിനും ഉപരിയായിട്ട് ബിൽഡ് വിത്ത് ലവ് ആൻഡ് ഡ്രീംസ്. അതാണ് ഈ വീടിനെ കുറിച്ച് ഫൈനലി പറയുന്നത്. അനേകദന്തം